മഞ്ഞുമേൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലറാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. മഞ്ഞുമേലിൽ നിന്നുള്ള 10 പേര് വെക്കേഷന് കൊടൈക്കനാൽ പോവാണ്. അവിടെ ഡെവിൾസ് കിച്ചൻ എന്നറിയപ്പെടുന്ന ഗുണ കേവിലേക്ക് അബദ്ധവശാൽ സുഭാഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് വീണു പോവാം. 120 അടി താഴ്ചയാണ്. ഒരാകെ പാനിക്കായി. നാട്ടുകാരൊക്കെ കൂടി പോലീസുകാർ വന്നു. അവർ പറഞ്ഞു ഇതിൽ വീണുപോയി ആരും തന്നെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നിരുത്സാഹപ്പെടുത്തുകയാണ്. പക്ഷേ ഈ കൂട്ടുകാർ പറയും അവനെ കൂടാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. അങ്ങനെ ഫയർഫോഴ്സും പോലീസൊക്കെ വരുന്നു, വടമൊക്കെ കൊണ്ടുവരുന്നു. ഈ വടത്തിൽ കുട്ടൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഇറങ്ങാം ഇവനെ രക്ഷപ്പെടുത്താൻ. സാഹസികമായാണ് ഇറങ്ങുന്നത്. അവിടെ ചെന്ന് 120 താഴ്ചയിൽ സുഭാഷിനെ കണ്ടെത്തുന്നു. അവനെ വരിഞ്ഞു മുറുക്കി മുകളിലേക്ക് 2 പേരും ചേർത്ത് കൂട്ടുകാരിങ്ങനെ വലിച്ചു കയറ്റുക. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാറയിൽ തട്ടി ഇവർ സ്റ്റക്കായി. എത്ര വലിച്ചിട്ടും ഇവർ മുകളിലോട്ട് കയറ്റാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നത്, എടാ ലൂസ് അടിക്കടാ എന്ന് പറയും. ലൂസ് അടിക്കടാ. ഇവർ ലോക്കൽ വടംവലി മത്സരങ്ങൾക്ക് പോകാറുള്ളവരാണ്. ലൂസടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുത്തിട്ട് പിന്നെ ആഞ്ഞ് വലിച്ചിങ്ങനെ എടുക്കുന്നൊരു പരിപാടിയാണ്. ഇവരുടനെ എല്ലാവരും വടം വലിക്കുന്ന പോലെ നിന്നിട്ട് പതിക്കൊന്ന് ലൂസാക്കി കൊടുക്കും. എന്നിട്ട് ഒറ്റ വലിയാണ്. വലിച്ച് ഈ 2 പേരെ അവർ കരയ്ക്ക് അത്ഭുതകരമായി വലിച്ചു കയറ്റുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റക്കായി പോകും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. പ്രത്യേകിച്ച് പ്രയറിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഘട്ടമൊക്കെ വരും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പാരലായിട്ട് ഈശോ ക്ഷമയെക്കുറിച്ചും പറയുന്നുണ്ട്. 6 തവണയാണ് ക്ഷമിക്കുക എന്ന് ഈശോ പറയുക. കാരണം പ്രാർത്ഥനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ഷമ. നമ്മൾ പ്രാർത്ഥന സ്റ്റക്കായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉടക്കി കിടക്കുക, ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മളൊന്ന് ലൂസാക്കി കൊടുത്തേ, നമ്മളൊന്ന് അയഞ്ഞു കൊടുത്തേ, ഒന്ന് ലൂസടിച്ചേ, നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കയറി വരാൻ പറ്റും.